ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. ഞാനൊരു കഥ വായിച്ചു പറയുക എന്ന് പറഞ്ഞ പോലെ യൂട്യൂബിലിട്ടിരുന്നു. അതിന് നല്ലൊരു പ്രതികരണം കണ്ടു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. കുട്ടികളോട് ധാരാളം വായിച്ചും വായിപ്പിച്ചും പറഞ്ഞു കൊടുത്തും വേണമല്ലോ അവരെ വളർത്താൻ. അതിനുവേണ്ടിയാണ് ആ കഥ ഇട്ടത്. ഇന്ന് മറ്റൊരു കഥയിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമുക്ക് ശിവദാസ് സാറിൻ്റെ തന്നെ മറ്റൊരു കഥ പറയാം. അതും ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം, പറഞ്ഞും കേൾപ്പിക്കാം ഇടയ്ക്കിടയ്ക്ക്. നമുക്ക് തുടങ്ങാം. ഈ കഥയുടെ പേര് അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ എന്നാണ്. അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ നടന്ന സംഭവമാണിത്. അപ്പോൾ നടന്ന കഥയാണ് മിക്കതും, അതുകൊണ്ട് നിങ്ങൾക്കിത് കൂടുതൽ ഇഷ്ടപ്പെടും. നമുക്ക് തുടങ്ങാം. അച്ഛാ ഇന്ന് അച്ഛനൊരു കഥ പറയണം. മണിക്കുട്ടി അച്ഛൻ്റെ തോളിൽ തൂങ്ങി പറഞ്ഞു. മോളെ, കഥ പറയാതെ ഇന്ന് അച്ഛനെ വിടരുത്. അമ്മ മോളോട് പറഞ്ഞു. കഥ 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 മോൾ. അച്ഛൻ്റെ കഥ. മോൾ കൊഞ്ചി. അച്ഛൻ സമ്മതിച്ചു. കട്ടിലിൽ കിടന്നു. മോൾ അടുത്ത് കിടന്നു. കഥ തുടങ്ങാം, മോൾ പറഞ്ഞു. അച്ഛൻ്റെ കഥ മതിയോ? അച്ഛൻ ചോദിച്ചു. അച്ഛനുമുണ്ടോ കഥ? മോൾ അത്ഭുതപ്പെട്ടു. അച്ഛൻ കുട്ടിയായിരുന്നപ്പോഴത്തെ കഥയാണ്. അച്ഛൻ്റെ അച്ഛൻ അന്ന് ജീവിച്ചിരുന്നു, അതായത് മോളുടെ അപ്പൂപ്പൻ. അമ്മ മോൾക്ക് പറഞ്ഞു കൊടുത്തു. അച്ഛൻ കുട്ടിയായിരുന്നപ്പോഴത്തെ കഥയാണ്. അച്ഛൻ്റെ അച്ഛൻ അന്ന് ജീവിച്ചിരുന്നു, അതായത് മോളുടെ അപ്പൂപ്പൻ. അമ്മ മോൾക്ക് പറഞ്ഞു കൊടുത്തു. അന്നൊരു ദിവസം ഞങ്ങൾ ഉണ്ണാനിരുന്നു. നിലത്തിരുന്നായിരുന്നു അന്നത്തെ ഊണ്. നിലത്തോ? വെറും നിലത്തോ? മോൾ അത്ഭുതപ്പെട്ടു. അതെ, നിലത്തൊരു പലകയിടും, അതിലിരിക്കും. ഓരോരുത്തരും ഓരോ പലകയിലിരിക്കും. കാൽ വളച്ചങ്ങിരിക്കും, പാട്ട് കച്ചേരിക്കാരിരിക്കും പോലെ. മോൾ അത്ഭുതത്തോടെ കേട്ടിരുന്നു. മോൾ കസേരയിലിരുന്നേ ഉണ്ടിട്ടുള്ളൂ. അമ്മ ഇലയിൽ ചോറും കറികളും വിളമ്പി. അച്ഛനൊരിലയ്ക്ക് മുന്നിൽ, ഞാൻ മറ്റൊന്നിനു മുന്നിൽ. അമ്മ കൂടെ ഇരിക്കില്ല, അമ്മ വിളമ്പി തരികയേ ഉള്ളൂ. അതെന്താണ് അങ്ങനെ? മോൾ ചോദിച്ചു. അതായിരുന്നു അന്നത്തെ രീതി. ഞങ്ങൾ ഉണ്ടുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അച്ഛൻ എൻ്റെ ഇലയിലേക്ക് നോക്കി. പെട്ടെന്ന് അച്ഛൻ്റെ മുഖം ഇരുണ്ടു, മുഖത്ത് ദേഷ്യം. അപ്പോഴായിരുന്നു ഞാനത് കണ്ടത്. ഇലയ്ക്ക് പുറത്തേക്ക് എൻ്റെ ചോറിൽ ചിലത് വീണ് കിടക്കുന്നു. ഞാൻ കാക്ക ചിക്കും പോലെയായിരുന്നു കൊണ്ടിരുന്നത്. അച്ഛനപ്പോൾ ദേഷ്യപ്പെട്ടു. ഓരോ ചോറിനും വിലയുണ്ട്. നീ ഇവിടെ ഇരുന്ന് സുഖമായി ഉണ്ണുന്നു, എന്നാൽ ഈ സമയം എത്രയോ പേർ പട്ടിണി കിടക്കുന്നുവെന്നോ? അതറിയാമോ നിനക്ക്? ഒരു വായ ചോറിനായി കരയുന്നവർ ലക്ഷക്കണക്കിനുണ്ട്. പട്ടിണി കിടക്കുന്നവർ. ഒരു ചോറ് പോലും വെറുതെ കളയാൻ നിനക്ക് അവകാശമില്ല. നിനക്ക് തന്നെയല്ല, ആർക്കുമില്ല. പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു. ഇനി ഇങ്ങനെ കളയില്ല, ഞാൻ വിക്കി പറഞ്ഞു. ശരി, അച്ഛൻ എന്നെ സമാധാനിപ്പിച്ചു. വിശക്കുന്നവന് മുൻപിൽ ആഹാരം കാണപ്പെട്ട ദൈവമാണ്. അതിൻ്റെ വില അത്ര വലുതാണെന്ന്. ആഹാരത്തെ ബഹുമാനിക്കണം, അച്ഛൻ പറഞ്ഞു തന്നു. ഞാൻ അത് പിന്നെ ഒരിക്കലും മറന്നില്ല. പിന്നെ ഒരിക്കലും ആഹാരം വെറുതെ കളഞ്ഞുമില്ല. ഇന്നും ആഹാരം കാണുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കും. അത്രയും പറഞ്ഞപ്പോൾ മണിക്കുട്ടിയുടെ അച്ഛൻ്റെ തൊണ്ടയിടറി, കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ്റെ ഓർമ്മ കണ്ണ് നിറച്ചതായിരുന്നു. മണിക്കുട്ടി അച്ഛൻ്റെ കണ്ണുനീർ തുടച്ചു, പിന്നെ തൻ്റെ കണ്ണുകളും തുടച്ചു. അപ്പോൾ അമ്മയും കണ്ണു തുടയ്ക്കുകയായിരുന്നു. നല്ല കഥ. കേട്ടപ്പോൾ കരഞ്ഞുപോയി. വലിയ പാഠവും പഠിച്ചു, മണിക്കുട്ടി പറഞ്ഞു. ഇതാണ് കഥ. അത് മുഴുവൻ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ കുട്ടികൾക്ക് ഇനി തുടർച്ചയായിട്ട് കഥകളിടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദി, നമസ്കാരം.